ഞാൻ പോയ 4 മക്കാമുകൾ ചരിത്രപ്രസിദ്ധമായ മക്കാമുകളാണ്. ഒന്ന് തബലയാലം ബാദുഷാ തങ്ങളുടെ മക്കാം ട്രിച്ചിയിലാണ്. പിന്നെ കായൽപട്ടണത്ത് കുതുബിയത്തിൻ്റെയൊക്കെ രചയിതാവ്, അതുപോലെ ഒരുപാട് കിതാബുകളിലെ മുസന്നിഫായിട്ടുള്ളത് സദഖത്തുള്ള കാഹിരി കായൽപട്ടണം. അതേപോലെ പിന്നെ മറ്റൊന്ന് വരുന്നത് ഏർവാടിയാണ്. അതേപോലെ മറ്റൊന്ന് വരുന്നത് നാഗൂര്, പിന്നെ മുത്തുപ്പേട്ടെ. ഇങ്ങനെ 5 മക്കാമുകളാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഓരോ സ്ഥലങ്ങളും. ഞാൻ പോയ സമയത്ത് തബലയാലം ബാദുഷാ തങ്ങൾ അവിടെ പോയ സമയത്ത് നമ്മളെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മളെ ചുറ്റിനുള്ളവരെ കരുണ കാണിക്കുക എന്നാൽ എന്താ പറയുക, ആകാശത്തുള്ളവരും നമ്മളോട് കരുണ കാണിക്കുമെന്ന ഹദീസ് അത് കൃത്യമായി അച്ചടിച്ച പോലെ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ സഹായിക്കേണ്ടവരാണ് ആര്? പക്ഷികളും മൃഗങ്ങളും എല്ലാവരും. അപ്പം അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റി. അതിനുശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് എനിക്ക് ഏറ്റവും കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവർഷോല ഉസ്താദിനെ കാണാൻ പറ്റി. ഞാൻ പാടന്തറ മർക്കസിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദേവർഷോല ഉസ്താദിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അതേ ഉസ്താദിനെ അതേപോലെ കുട്ടികളാണ്, അവരെ എല്ലാ കുട്ടികളൊന്നും ഇല്ല, കുറഞ്ഞ കുട്ടികളെയായിട്ട് ഉസ്താദ് അവിടുന്ന് എല്ലാവിടെയും സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ സുബൈക്കാണ് പോയത്. ആ സമയത്ത് ഉസ്താദിനെ അവിടെ കണ്ടു. അതുപോലെ നല്ല ഭക്തിയിൽ ബുർദയും അതേപോലെ ഒരുപാട് ബെയ്ത്തുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റി. അത് വലിയ നേട്ടമാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഖുർആൻ എഴുതിയിട്ട്, ഞാൻ ഇപ്പം കാണിക്കുന്ന ഖുർആനാണ്. അത് മൊത്തം ഖുർആനിൽ കൈപ്പടയിൽ എഴുതിയ ഖുർആൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ നമ്മുടെ നാഗൂർ പോപ്പിയാറ്റം അവിടെ 40 സംഘാറ്റം അവിടെ ഹിദ്മത്തെടുത്ത സ്ഥലമാണെന്നത് ഞാൻ കാണിച്ചത്. പിന്നെ തബലയാലം ബാദുഷാ തങ്ങൾ നമ്മളെ ഒരുപാട് ഉസ്താദന്മാർ ഞാൻ 10 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് അവിടെ പോകണം, പിന്നെയും പോകണമെന്ന്. അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ ദേവർഷോല ഉസ്താദിൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന ബസ്സാണത് നേരത്തെ കാണിച്ചത്. അതിനുശേഷം ഞാൻ പോയത് നേരെ ബസ് കയറി നേരെ മധുര എത്തി. മധുരയിൽ നിന്ന് ഞാൻ രാമനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ മധുര ടൗണിലിറങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ നാടൻ ഫുഡാണ്, നല്ല രസമാണ്. പിന്നെ അവിടെ മെയിനായിട്ട് പൂക്കച്ചവടമാണ്. പൂക്കച്ചവടം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും പൂക്കച്ചവടം കാണാൻ പറ്റും. മധുര ടൗണിൻ്റെ കാഴ്ചയാണിത്. ഞാനവിടെ ഇറങ്ങി അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്, അതേപോലെ അവിടെ സൈഡ് എല്ലാം കാണിച്ചിരുന്നു. ജസ്റ്റ് ഇതൊക്കെയാണ് മധുര ടൗണിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. പിന്നെ അവിടുന്ന് ഞാനൊരു പില്ലോ കവർ വാങ്ങി. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പില്ലോ കവർ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് അവിടുന്ന് വാങ്ങി. അപ്പോൾ അവർ പൈസയൊക്കെ കൂട്ടി പറഞ്ഞ സമയത്ത് ലാസ്റ്റ് എനിക്ക് 80 രൂപക്ക് കിട്ടി. ഞാനധികം പറയാനൊന്നുമില്ല, ഞാൻ ചോദിച്ചു എത്രക്ക് ലാസ്റ്റ് തരും. അപ്പം പറഞ്ഞു 80 രൂപക്ക് തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പാവപ്പെട്ടവരോട് ബാർഗെയിൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റ് ചോദിക്കുക, ഒറ്റൊരു ചോദ്യം, എത്രക്ക് തരും. അങ്ങനെ അവരെന്ത് ചെയ്തു, നമുക്ക് തന്നു. 80 രൂപക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ 80 രൂപ കൊടുത്ത് പില്ലോ കവറും വാങ്ങി നേരെ വിട്ട്. എവിടത്തേക്ക്? രാമനാഥപുരം എല്ലാം സെയിമാണ്. അവിടത്തേക്ക് ഞാൻ ബസ് കയറി. അപ്പോൾ പോകുന്ന പോക്കിലുള്ള കാഴ്ചകളാണ്. നല്ല ടൗണാണ് മധുര, അറിയാലോ. മധുര ഒരുപാട് വലിയ ടൗണാണ്. ചെന്നൈ കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന ടൗണാണ് ചെന്നൈയാണ് ഏറ്റവും നല്ല ടൗണ് തമിഴ്നാട്ടിലെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വരുമെന്ന് തോന്നുന്നു. പിന്നെ കോയമ്പത്തൂരുണ്ട്. അങ്ങനെ അപ്പോൾ
അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഒന്നാമത് ഫുള്ള് പച്ചപ്പാണ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മാതിരി കാടുകളാണ് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് പോകുന്ന പോക്കിന് തന്നെ. ഫുള്ള് കാടാണ്. നമ്മുടെ നാട്ടിൽ കാട് ഉണ്ടെങ്കിലും പക്ഷെ എന്താ പറയുക, ഇങ്ങനെയൊന്നും കാടില്ല. കാടുള്ള സ്ഥലം ഒരു സ്ഥലങ്ങൾ മാത്രമായിരിക്കും. ഇത് ചുറ്റും കാടുകൾ, ഒരുപാട് പരപ്പുള്ള സ്ഥലങ്ങൾ, കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ. പിന്നെ ഇവരൊക്കെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല കാഴ്ചയുണ്ട്. ഒരുപാട് പാടങ്ങൾ, ഒരുപാട് ആടുകളെ കാണാൻ പറ്റും. ഒരുപാട് ഒരു പൂറ്റുന്നത് തന്നെ ഒരുപാട് പോകുന്ന പോക്കിന്. അപ്പം ഞാൻ എല്ലാ കാഴ്ചയൊന്നും ഇടുന്നില്ല, കാണുന്ന വീഡിയോസ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ കാഴ്ചകളായിട്ട്. ഞാൻ പിന്നെ എല്ലാം പകർത്തിയിട്ടില്ല. പിന്നെ ഞാൻ നേരെ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണുന്ന കാഴ്ചയിൽ വെള്ളം കുറേ ഉള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വെള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കണ്ടമാനം വെള്ളമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ കണ്ണൂരുകാരായതുകൊണ്ട് കണ്ണൂരിൽ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ പോയിന്റുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. സാധാ ഒരു നദികളും പുഴകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോൾ ഉപ്പായിരിക്കും. ഉപ്പുള്ള വെള്ളങ്ങളായിരിക്കും എപ്പോഴും കിട്ടുക. അതെവിടെ പള്ളിയിൽ ചെന്നാലും അമ്പലത്തിൽ ചെന്നാലും ചർച്ചിൽ ചെന്നാലും എവിടെ ചെന്നാലും ഉപ്പ് വെള്ളമായിരിക്കും. ചുറ്റുവട്ടത്തും ഉപ്പ് വെള്ളമായിരിക്കും. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ തവരയാലം ബാദുഷാ തങ്ങളുടെ അടുത്ത് പോകണമെന്നുള്ള നിർബന്ധം കാരണം അവിടെ നിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് നേരെ ഏർവാടിയിലേക്ക് ബസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ഏർവാടിയിൽ ഇവിടെ രാമനാട് എത്തിയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ഫെർണാണ്ടസ് എന്നാണ് പേര്. ആ ഫെർണാണ്ടസ് എനിക്ക് ഓട്ടോ സെറ്റാക്കി തന്നു. 50 രൂപക്ക് ഓട്ടോയിൽ പോവാം. നമ്മളെ നാട്ടിൽ കിലോമീറ്ററുകൾ പോകുമ്പോൾ എന്താ പറയുക, കുറേ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ നേരെ രാമനാട് നിന്ന് ഓട്ടോയിൽ പോയി, ഞാനും ഫെർണാണ്ടസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു തന്നു, നാട്ടിൻ്റെ കൾച്ചർ പറഞ്ഞു തന്നു. പിന്നെയുള്ള യാത്ര ബാക്കിലിരുന്നു കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ഏതൊരു സ്ഥലത്തുനിന്ന് ഏതൊരു പോയിൻ്റിൽ നിന്ന് അവർ കുറേ ലേഡീസിനെ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ബാക്കിലിരിക്കാം. അങ്ങനെ ഞാനും ഫെർണാണ്ടസും ബാക്കിലിരുന്നു. അപ്പോൾ ഫെർണാണ്ടസ് മലയാളി, ചെന്നൈ അങ്ങോട്ടാ ഊര്, പക്ഷെ മലയാളം നല്ലോണം സംസാരിക്കും. അപ്പോൾ മൂപ്പര് എവിടുന്നോ കൊച്ചിയിൽ നിന്നങ്ങാറ്റം വരുന്നതാണ്. മൂപ്പര് ഭാവി വധുവിൻ്റെ കാണാനങ്ങാറ്റം പോയതാണ്. അപ്പോൾ കൊച്ചിയിൽ മൂപ്പര് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഏർവാടിയിലും ഉണ്ട്. അങ്ങനെ മൂപ്പര കൂടെ വന്നു. ഏർവാടിയിലെത്തി. ഏർവാടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ ആൾക്കാർ, എല്ലാവരും ഒരുപാട് രോഗികളായിരിക്കും വരുന്നവരധികം. അതായത് സിഹിർ, അതേപോലെ കണ്ണേറ്, അതേപോലെ അങ്ങനെ എന്തൊക്കെയോ കേസുകൾ. ഇപ്പോൾ ക്യാൻസർ രോഗങ്ങൾക്ക് ശിഫ നൽകാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം വിശ്വാസമുള്ളവർ ഇവിടെ വന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനെ ചികിത്സിക്കുന്നു. അവർ ഇസ്ലാമിൻ്റെ ചികിത്സാ രീതി ഒരു പ്രത്യേകമായതിനാൽ എനിക്ക് ചികിത്സയ്ക്ക് ഫലം ഉണ്ടാകുന്നത് പറയുന്നു. അപ്പോൾ അവർ അതിന് പോകുന്നു. അതിനുശേഷം ഞാൻ പോയത് ഇവിടെയാണ്, കീളക്കര ഒരു പള്ളിയാണിത്. നല്ല ഭംഗിയുള്ള പള്ളി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം അവിടുത്തെ അവരോടൊക്കെ സംസാരിച്ച്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, അതിൻ്റെ പള്ളിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രസമാണ് കാണാൻ. പണ്ട് കാലത്ത് എടുത്ത പള്ളിയാണ്. അതിന് ശേഷം നേരെ
പണ്ട് ജിന്നുണ്ടാക്കിയ പള്ളി എന്നൊക്കെ പറയുമെങ്കിലും ജിന്നുണ്ടാക്കിയ പള്ളിയൊന്നല്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പം സംഭവം ശരിയായിരിക്കാം, ശരിയാവാതിരിക്കാം. എന്തിരുന്നാലും ഞാൻ ഇവിടെ കുറേ കണ്ടു. ഒരുപാട് നല്ല ഹൗലുകൾ, ഇവിടെയൊക്കെ ഉപ്പുവെള്ളമാണ്. പിന്നെ അതേപോലെ ചുറ്റിനും ഉണ്ടാക്കിയ രീതികൾ, പണ്ട് കാലത്തെ പള്ളിയല്ലേ, പണ്ട് കാലത്ത് 300 സംതിങ് വർഷങ്ങൾക്ക് പഴക്കമുള്ള പള്ളി ഇത്രയും ഭംഗിയിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ സംഭവമല്ലേ. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഇത് ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ഒരു സൂഫി വര്യന മറ്റുമാണ്. അപ്പോൾ അവരെ മക്കാമും ഞാൻ അവിടെ തൊട്ടപ്പുറമുണ്ട്, അതും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പള്ളി കണ്ടു നോക്കിയാൽ മതി. പള്ളി മിമ്പർ എന്തുമാത്രം 350 വർഷം മുന്നേ ഇത്രയും ഭംഗിയിൽ ഇവർ ഈ പള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് എന്താ പറയുക, പ്രശംസിച്ചാലും മതിയാക്കാത്തതാണ്. കാരണം അന്ന് ഇങ്ങനൊരു തൂണ്, ഇങ്ങനെയുള്ളൊരു ശില്പങ്ങൾ, ഇങ്ങനൊരു രീതികൾ, കൊത്തുപണികൾ ഇത് ചെയ്തെടുക്കണ ചെറിയ പണിയൊന്നല്ല. കാരണം അന്ന് ഇത്രയും വാഹന സൗകര്യങ്ങളില്ല, അത്രയും എന്താ പറയുക മെഷീനുകളില്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരിങ്ങനെയും വലിയ പള്ളികൾ എടുത്തു വെച്ചു എന്ന് പറയുമ്പോൾ, അതും 350 വർഷങ്ങൾക്ക് മുമ്പ്, അത് വലിയ സംഭവം തന്നെയാണ്. ഇത് കാണുന്നത് ചുറ്റും ഹൗളാണ്. പിന്നെ നമ്മുടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻഭാഗമാണ്. അപ്പോൾ മുൻഭാഗം നമ്മൾ കാണേണ്ടതാണ്. ഈ മുൻഭാഗം ഇവിടെ പണ്ട് ഒരു കല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം കല്ല് അവിടെ കയറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാം ഒരുപാട് 350 വർഷം മുമ്പുള്ള പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പം ഇങ്ങനൊരു പള്ളി എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാൻസ് കുറവാണ്. ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഞാൻ ഈ പച്ച കളർ ഇതാണ്, അതായത് കുത്തുബിയത്തിൻ്റെ ഷെയ്ഖായിട്ടുള്ള, കുത്തുബിയത്തിൻ്റെ രചയിതാവായിട്ടുള്ള സദഖത്തുള്ള കാഹിരി കായൽപട്ടണം, അവിടെ ഖബർസ്ഥാനാണിത്. കായൽപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. അല്ല, കായൽപട്ടണത്തല്ല, കായൽപട്ടണം മൂപ്പര നാട് ഇവിടെ കീളക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പള്ളികൾ, പള്ളിൻ്റെ ഉള്ളും എല്ലാം. ഞാനവിടെ കുറച്ച് സമയം നിന്നു. വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് ഞാൻ പോയത്. മഗ്‌രിബും ഇശാവും ജമയിൽ നിസ്കരിച്ച് പിന്നെ നേരെ ഏർവാടിയിലേക്ക് പോയി. ഏർവാടിയിൽ എന്നാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളിൽ കയറാൻ പൈസ കൊടുക്കണം, 10 രൂപ കൊടുക്കണം എൻട്രി ഫീസ്. അത് ഭയങ്കര വലിയ നല്ല കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം കേരളത്തിൽ 1 ഉറുപ്പ്യ കൊടുക്കണ്ട നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് കയറാൻ 10 രൂപ കൊടുക്കണം. അത് പാവപ്പെട്ടവനും പൈസക്കാരനും എല്ലാവരും ഒരേപോലെ സമീപിക്കുന്ന രീതി വേണം എല്ലാവിടെയായും. അതെനിക്ക് ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 10 രൂപ പാവപ്പെട്ടവന് എല്ലാവർക്കും ഒരേ രീതിയിൽ പോകാൻ വേണ്ടി ഉള്ള സംവിധാനം ഉണ്ടാവണം. പിന്നെ ഇത് ഞാൻ പോയത് നാഗൂരാണ്. നാഗൂരും ഇതേപോലെ എത്ര 5 രൂപയാണ് അങ്ങനെ മാറ്റുണ്ടായിരുന്നു. അത് പ്രാവിന് ഫുഡ് കൊടുക്കുന്ന അവിടെ. പിന്നെ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏർവാടി ആയാലും ഫുഡ് കൊടുക്കുന്നുണ്ട്, എല്ലാ നേരവും ഫുഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വരും, അവർക്ക് ഓരോരുത്തർ ഓർഡർ ചെയ്യും, അത് ചെയ്യും. പിന്നെ നാഗൂരും ഇതേപോലെ ഒരു നേരമാണെന്ന് തോന്നുന്നു നാഗൂർ ഫുഡ് അവിടെ വെക്കുന്ന കാഴ്ചയാണ്. രാവിലെ വെക്കുന്നുണ്ടാവും, 12 മണിക്ക് ചോറ് ഫുഡ് കൊടുക്കും. അത്യാവശ്യം നല്ല ഫുഡും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
വാങ്ങുന്നവർ വാങ്ങും, കാരണം മടി കൂടുന്നുണ്ടാവും കുറേ ആൾക്കാർ ഫുഡിനും വേണ്ടി. ഇവിടെ 5 രൂപയാണ് യാഖാത്ത്. നാഗൂർ ഷാഫുൽ ഹമീദ് തങ്ങളാണ് ഇവിടെ അന്വേഷണം കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് വേറെ ഹാദിമ്യങ്ങൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ. ഇത് നാഗൂർ പള്ളിൻ്റെ ഭാഗങ്ങളാണ്. നാഗൂർ പള്ളിൻ്റെ എല്ലാ സൈഡുകളും നല്ല ഭംഗിയാണ് കാണാൻ. അത് നാഗൂർ പള്ളിൻ്റെ കുളമാണ്. അവിടെ കുറേ ആൾക്കാർ മൂടി മുറിക്കുന്നൊക്കെ ഉണ്ട്. എന്തോ നേർച്ചയാക്കിയിട്ട് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്തതും വേണ്ടുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം വേണ്ടുന്നത് നല്ല സ്വീകരിക്കുക, മറ്റുള്ളത് നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പോയത് നേരെ ഇവിടെയാണ്, അതായത് മുത്തുപ്പേട്ടയിൽ ബനു ഇസ്രായേൽ കാലത്ത് വന്ന 60 അടിയോളം ഉള്ള, പണ്ട് കാലത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ, ഉള്ള നീളേണ്ടെന്നല്ല പറയപ്പെടുന്നത്. ആദം നബിയൊക്കെ 60 അടി അങ്ങനത്തെ അല്ല. അതേപോലെ അങ്ങനെ വലിയ കബറ് കാണാൻ പറ്റും. അത് അന്ന് തന്നെ അതിന് തന്നെ ഒരു ചരിത്രമുണ്ട്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു കൃഷിക്കാരെ അവിടെ കൃഷിയിൽ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് കൊത്തുന്ന സമയത്ത് അവിടെ ഒരു അശരീരി കേൾക്കുകയും നേരം പറഞ്ഞ് ഞാനിങ്ങനെ ഇവരാണ് ദാവൂദ് ഇബ്രാഹിം മുത്തുപ്പേട്ട ആണ്, ഇത് എൻ്റെ കൂടെ വന്ന ഷെയ്ഖ് അപ്പുറം 2 പേരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് അവിടെ രക്തം പുരുവൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ മക്കാമ് വരുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനിവിടെ കുറേ ആളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ക്യാൻസറിനൊക്കെ ചികിത്സക്ക് വന്നവർ, അതായത് ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇവരൊക്കെ സ്വപ്നത്തിൽ ഷെയ്ഖ് വരികയും ഇവരെ ക്യാൻസർ ഷിഫയാക്കുകയും അവർക്ക് ചികിത്സ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. ഇവിടെയൊക്കെ ഏർവാടിയിലായാലും മുത്തുപ്പേട്ടയിലും ഡോക്ടർമാരാണ്, അതായത് ഈ ഷെയ്ഖിൻ്റെ ഡോക്ടർമാരുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഏർവാടി സുൽത്താനാണ്, സൂഫി ഷഹീദാണ്, പടവെട്ടി മരിച്ചതാണ്. അതേപോലെ ഇവിടെയുള്ള ആൾ മുത്തുപ്പേട്ട ഇങ്ങനെയുള്ള മുമ്പുള്ള ആൾക്കാർ ആരാന്നറിയത്തില്ല, എന്നാലും നാഗൂരുള്ളത് സുൽത്താനാണ്. അങ്ങനെയുള്ള ഒരുപാട്, അതായത് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻകൈ കൊടുത്ത സുൽത്താന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നാഗൂര് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം നാഗൂരാന്ന് തോന്നുന്നു. കാരണം ബാത്റൂമായാലും എല്ലാം കുറച്ച് വൃത്തിയാണ്. പിന്നെ ഇവർക്ക് കുറച്ച് നല്ല ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. കുറച്ച് ഇപ്പം കുളമായാലും നല്ല വൃത്തിയുണ്ട്, എല്ലാം നല്ല കുറച്ച് കാര്യങ്ങളായിട്ട് ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. ഏർവാടി എന്താ പറയുക, ഏർവാടി പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഇവിടെയും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഏർവാടി കുറച്ചും കൂടി നല്ലോണം രോഗികളും അങ്ങനെയുള്ള ആളുകളും അതേപോലെ കേസ് കാര്യങ്ങളായിട്ട് കൂടുതലാണ്. അപ്പോൾ അവരവരുടേതായ രീതിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഈ മുത്തുപ്പേട്ടയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതേപോലെ ഓരോ സ്ഥലത്തും അവിടെയുള്ള മെയിനായിട്ടുള്ള ആളുകൾ സംസാരിച്ചത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണർത്താം, ശരികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്തുടരാം. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അവൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ
കൂടുതലും അവിടുത്തെ ഓരോ കുളങ്ങളിൽ കാണുന്ന മീനുകളാണ്. ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നൊന്നും കാണില്ല, പക്ഷെ നല്ല ഉഷാറുണ്ടല്ലോ. നിങ്ങളത് വായിലെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ട രണ്ടാൾക്കാരുണ്ടായിരുന്നു, രണ്ടല്ല ഒരു 5-6 ആൾക്കാർ. അപ്പോൾ ചിലരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അവരും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മംഗലാപുരംകാരാണ്, ഉള്ളാലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത്.